വെൽക്കം ടു Lostdimension. എൻ്റെ പേര് പ്രവീൺ ഭാസ്കരൻ. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മളൊരു എയർ ബ്രഷ് വാങ്ങിയിരുന്നു ഓൺലൈന്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. കുറേ മുമ്പ് ഓർഡർ ചെയ്തതാണ്, പക്ഷേ സംഭവം വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു കംപ്രസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ അതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതാണ് നമ്മുടെ എയർ ബ്രഷ്. ആമസോണിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ HS34KF എന്നാണ്. മറ്റു ഒരുപാട് മോഡലുകളും നോക്കിയിരുന്നു. അതിൽ നിന്നും ഇതിൽ ഞാൻ കണ്ടത് ഇതിന് വേണ്ട എല്ലാ ആക്സസറീസും ഈ ഒറ്റൊരു പാക്കിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിന് HS32, അങ്ങനെ HS34KF, അങ്ങനെ പല വേരിയൻറ്റുകളുണ്ട്. വേരിയൻറ്റുകൾ മാറുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ആക്സസറീസിൻ്റെ നമ്പേഴ്സ് മാറും. അതുമാത്രമാണ് വ്യത്യാസം. എയർഗണിൻ്റെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ഇത് വർക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഓൾറെഡി ഇനി കംപ്രസറിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത വർക്കുകളിൽ ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് മറ്റു പല കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് ആക്സസറീസ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് എയർ ബ്രഷുകൾ ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ മോയ്സ്ചർ ട്രാപ്പർ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ കൂടെ ഈ മോയ്സ്ചർ ട്രാപ്പർ ഉണ്ട്. അപ്പോൾ നമുക്കത് എക്സ്ട്രാ 600-700 ആ റേഞ്ച് ഇട്ടായിരുന്നു മോയ്സ്ചർ ട്രാപ്പുകളുടെ വില. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ട്രാപ്പ് വാങ്ങേണ്ടി വരില്ല. പിന്നെ ഇത് 7 cc ആണ് ഈ കളർ കപ്പിൻ്റെ കപ്പാസിറ്റി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലാസ് ജാർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കപ്പാസിറ്റി 22 cc ആണ്. അപ്പോൾ വലിയ വണ്ടികളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ 2 എക്സ്ട്രാ നീഡിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി മെഷീൻ്റെ ഉള്ളിൽ ഒരു നീഡിലുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ 0.2, 0.5 എക്സ്ട്രാ 2 നീഡിലുകളുണ്ട്. .5, 0.2 2 നോസിലുകളും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റിമൂവ് ചെയ്യാനുള്ള ടൂൾസ് ഇതിൻ്റെ കൂടെയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഈ കംപ്രസിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു ട്യൂബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്രസറും ഈ എയർ ബ്രഷും കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പം മേക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മേക്കിംഗ് വീഡിയോ ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിരുന്നത്. ഈ ടാങ്കും പഴയ ഫ്രിഡ്ജിൻ്റെ കംപ്രസറും വെച്ചിട്ടാണ് നമ്മൾ എയർ ബ്രഷ് ഉണ്ടാക്കുന്നത്. ഇത് എയർ കണ്ടീഷണറിൽ ഈ ഗ്യാസ് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ടാങ്ക് ഒഴിവാക്കാറാണ് പതിവ്. ഞാനൊരു പഴയ ടാങ്ക് സംഘടിപ്പിച്ചാണ്. അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ കംപ്രസറാണ്. ഇത് നമ്മുടെ ഇസ്ലു ഹാക്ക് യൂട്യൂബ് ചാനലുള്ള ഇസ്ലു ബ്രോൻ്റെ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്. ഇത് LGയുടെ കംപ്രസറാണ്. ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇനിയും ഇതിൻ്റെ ഒരു ട്യൂബുണ്ട്, അതായത് എയർ ബ്രഷും ഈ ടാങ്ക് ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് തുടങ്ങുന്നതായിരിക്കും. ഈ എയർ കംപ്രസറിൻ്റെ ഐഡിയ എനിക്ക് തന്നത് മിനിയേച്ചർ ക്രാഫ്റ്റേഴ്സിലുള്ള രജനീഷ് ചേട്ടനാണ്. എന്തായാലും ഇത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. കംപ്രസർ ഇപ്പം കണക്ഷനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് കപ്പാസിറ്ററും റിലേയും എല്ലാവിധ കണക്ഷനോടെയാണ് വന്നിരുന്നത്. അതേ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, സംഭവം വർക്കിംഗ് ആണ്. ഇനി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യാവുന്നതാണ്. അത് വരുന്ന എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ല, കംപ്രസർ ഇപ്പോൾ വർക്കിംഗ് ആണ്. പക്ഷേ ഇത് വളരെ സൈലൻ്റ് ആണ്. കംപ്രസർ 500 PSI ആണ്. പക്ഷേ നമുക്ക് ഉള്ള എയർ ബ്രഷ് 30 to 50 PSI മതി. അതിന് നമ്മൾ കണക്ടറൊക്കെ വെച്ച് കണക്ട് ചെയ്ത് റെഗുലേറ്റർ വാൽവൊക്കെ വെക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.